എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കടൽ തിരമാലകൾ അതിരിടുന്ന മുംബൈയിലെ ചരിത്രപ്രസിദ്ധമായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി അരങ്ങേറിയത് വെറുമൊരു സാധാരണ T20 മത്സരത്തിന്റെ ഫലപ്രഖ്യാപനമായിരുന്നില്ല. മറിച്ച് അത് ഹിറ്റ്മാൻ രോഹിത് ശർമ്മ എന്ന അജയനായ സാമ്രാട്ടിന്റെ രാജകീയവും ഗാംഭീര്യപൂർണവുമായ തിരിച്ചുവരവിന്റെ ലോകത്തോടുള്ള ഉറക്കെയുള്ള പ്രഖ്യാപനമായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ ആ അവിശ്വസനീയവും ഐതിഹാസികവുമായ വിജയത്തിനു ശേഷം ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് ആരെയും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ്. മത്സരം അവസാനിച്ചയുടനെ മുംബൈ ഇന്ത്യൻസിന്റെ ഉടമയായ സാക്ഷാൽ നിത അംബാനി ഗ്രൗണ്ടിലേക്ക് നേരിട്ടിറങ്ങി വരികയും ആയിരക്കണക്കിന് ക്യാമറകളുടെ ഫ്ലാഷുകൾക്കിടയിൽ രോഹിത് ശർമ്മയുടെ മുന്നിൽ ഇരു കൈകളും കൂപ്പി വണങ്ങുകയും ചെയ്തു. ഈ വിജയത്തിൽ മതിമറന്ന നിത അംബാനി രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, ഷാർദുൽ താക്കൂർ എന്നിവരുടെ മേൽ നടത്തിയ കോടികളുടെ സമ്മാനമഴ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചിരിക്കുകയാണ്. IPL 2026 ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടാൻ പോകുന്ന ഈ ഹൈ വോൾട്ടേജ് പോരാട്ടത്തിൽ KKR തങ്ങളുടെ ബാറ്റിംഗ് കരുത്തിൽ 220 റൺസ് എന്ന അസാധ്യമായ ഹിമാലയൻ ലക്ഷ്യമാണ് മുംബൈക്ക് മുന്നിൽ ഉയർത്തിയത്. എന്നാൽ വെറും 17 ഓവറുകൾക്കുള്ളിൽ ഈ കൂറ്റൻ ലക്ഷ്യം മുംബൈ മറികടക്കുമെന്ന് വാങ്കഡെയിലെ ഗാലറികളിൽ തിങ്ങി നിറഞ്ഞ ഒരു ആരാധകൻ പോലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ക്രീസിലേക്ക് രോഹിത് ശർമ്മ കാലെടുത്തുവെച്ച നിമിഷം തന്നെ വാങ്കഡെയിലെ അന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ ഊർജ്ജത്താൽ വൈദ്യുതീകരിക്കപ്പെട്ടു. വെറും 38 പന്തുകളിൽ നിന്ന് 205 എന്ന പേടിപ്പെടുത്തുന്ന സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം അടിച്ചുകൂട്ടിയ 78 റൺസിന്റെ ആ വെടിക്കെറ്റ് ഇന്നിംഗ്സ് കൊൽക്കത്തൻ ബൌളർമാരുടെ ആത്മവിശ്വാസം തകർക്കുക മാത്രമല്ല, വാങ്കഡെയുടെ കോൺക്രീറ്റ് മതിലുകളെ പോലും തന്റെ പവർഫുൾ ഷോട്ടുകളിലൂടെ പ്രകമ്പനം കൊള്ളിക്കുകയും ചെയ്തു. മറുഭാഗത്ത് 81 റൺസ് എടുത്ത റയാൻ റിക്കൽട്ടന്റെ ഗംഭീരവും സ്വാധീനമുള്ളതുമായ ഇന്നിംഗ്സ് മുംബൈയുടെ വിജയം എളുപ്പമാക്കി. അവസാന ഓവറുകളിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും യുവതാരം തിലക് വർമ്മയും കാഴ്ചവെച്ച ചെറുതെങ്കിലും സ്ഫോടനാത്മകമായ ക്യാമിയോകൾ കൂടിയായപ്പോൾ ഈ വിജയം ചരിത്രമായി മാറി. ഈ അവിശ്വസനീയ ലക്ഷ്യം മുംബൈ തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കിയ നിമിഷം സ്റ്റേഡിയം മുഴുവൻ രോഹിത് രോഹിത്, ഹിറ്റ്മാൻ ഹിറ്റ്മാൻ എന്ന മുദ്രാവാക്യങ്ങളാൽ ആകാശം പിളരുന്ന ശബ്ദത്തിൽ മുഖരിതമായി. എന്നാൽ യഥാർത്ഥ നാടകീയതയും ആവേശവും അരങ്ങേറിയത് മത്സരം അവസാനിച്ചയുടനെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷന് തൊട്ടുമുൻപാണ്. എല്ലാ പ്രോട്ടോകോളുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് നിത അംബാനി മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് നടന്നെത്തി. അവരുടെ മുഖത്ത് അപ്പോൾ പ്രതിഫലിച്ചിരുന്ന അതിയായ സന്തോഷവും അഭിമാനവും ആഴത്തിലുള്ള സംതൃപ്തിയും വാക്കുകൾക്കതീതമായിരുന്നു. നൂറുകണക്കിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും ക്യാമറകളുടെയും ആയിരക്കണക്കിന് ആരാധകരുടെയും മുന്നിൽ വെച്ച് അങ്ങേയറ്റത്തെ ലാളിത്യത്തോടെയും ബഹുമാനത്തോടെയും അവർ രോഹിത് ശർമ്മയ്ക്ക് മുന്നിൽ കൈകൂപ്പി കുനിഞ്ഞു വണങ്ങി. മൈതാനത്തെ കളിക്കാരെയും ഗാലറിയിലെ ആരാധകരെയും ഒരുപോലെ സ്തബ്ധരാക്കിയ ഒരു അവിശ്വസനീയ കാഴ്ചയായിരുന്നു അത്. തുടർന്ന് രോഹിത്തിന്റെ കാതിൽ അവർ പതിയെ ചില പ്രത്യേക വാക്കുകൾ മന്ത്രിച്ചു. അത് കേട്ട് രോഹിത്തിന്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിക്ക് പിന്നാലെ നിത അദ്ദേഹത്തെ അതിയായ വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ചു. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം രോഹിത് ശർമ്മ വെറും ഒരു കളിക്കാരൻ മാത്രമല്ല, ഈ ടീമിന്റെ യഥാർത്ഥ ജീവനും ഏക ചക്രവർത്തിയുമാണെന്നതിന്റെ ഏറ്റവും വ്യക്തവും ശക്തവുമായ തെളിവായിരുന്നു ഈ പൊതുവേദിയിലെ വണക്കം. മൈതാന മധ്യത്തിലെ ആ വൈകാരിക നിമിഷത്തിനു തൊട്ടുപിന്നാലെ IPL ലോകത്തൊന്നാകെ കോളിളക്കം സൃഷ്ടിച്ച ഒരു വമ്പൻ പ്രഖ്യാപനം നിത അംബാനി നടത്തി. ഈ ചരിത്ര വിജയത്തിന്റെ 3 മഹാനായകന്മാർക്കായി ഹിറ്റ്മാൻ രോഹിത് ശർമ്മ, ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ, ലോർഡ് ഷാർദുൽ താക്കൂർ എന്നിവർക്ക് അവർ അക്ഷരാർത്ഥത്തിൽ സമ്പത്തിന്റെ കലവറ തന്നെ തുറന്നു. ഡ്രസ്സിംഗ് റൂമിലെ വൃത്തങ്ങളിൽ നിന്നും ഫ്രാഞ്ചൈസിയുടെ ഉള്ളറകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് ഇവരുടെ മാച്ച് വിന്നിംഗ് പ്രകടനത്തിന് പകരമായി കോടികളുടെ പ്രത്യേക ബോണസുകൾ മാത്രമല്ല, അതിഗംഭീരമായ ലക്ഷറി കാറുകളുടെ താക്കോലുകളും വിലപിടിപ്പുള്ള പ്രത്യേക സമ്മാനങ്ങളും നിത ഇവർക്ക് കൈമാറി. മാധ്യമങ്ങളോട് സംസാരിക്കവേ നിത അംബാനി അതിയായ അഭിമാനത്തോടെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും മികച്ചതും അപകടകരമായ ബാറ്റ്സ്മാൻ താൻ തന്നെയാണെന്ന് വാങ്കഡെയുടെ ഈ പുണ്യഭൂമിയിൽ രോഹിത് ഇന്ന് വീണ്ടും ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. 220 റൺസ് എന്ന അസാധ്യമായ ലക്ഷ്യത്തെ അദ്ദേഹം പിന്തുടർന്ന ആ നിർഭയത്വവും ക്ലാസും ഒരു ടീം ഉടമയെന്ന നിലയിലും ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിലും ലോകത്തിനു മുന്നിൽ എന്റെ തല ഉയർത്തിപ്പിടിക്കാൻ കാരണമായി. രോഹിത്തിന്റെ ബാറ്റിംഗ് വെറുമൊരു റൺ നേടൽ മാത്രമല്ല, കാണാൻ ഭാഗ്യം ലഭിക്കേണ്ട ഒരു കലയാണ്. തുടർന്ന് ക്യാപ്റ്റൻ ഹാർദിക്കിനെയും അവർ വാനോളം പുകഴ്ത്തി. കടുത്ത സമ്മർദ്ദഘട്ടങ്ങളിൽ തന്ത്രപരമായ ബൌളിംഗ് മാറ്റങ്ങളിലൂടെ കളി തിരിക്കുകയും നിർണായക വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി മികവിനെ അവർ പ്രശംസിച്ചു. മിഡിൽ ഓവറുകളിൽ 3 വിക്കറ്റ് വീഴ്ത്തി കൊൽക്കത്തയുടെ നട്ടെല്ലൊടിച്ച ലോർഡ് ഷാർദുൽ താക്കൂറിനെ ഈ മാച്ചിലെ യഥാർത്ഥ ടേണിംഗ് പോയിന്റ് എന്നാണ് നിത പറഞ്ഞത്.
ഈ പാരിതോഷികങ്ങൾ അവരുടെ ത്യാഗങ്ങൾക്കും അർപ്പണബോധത്തിനും മുന്നിൽ വളരെ ചെറുതാണ്. മുംബൈ ഇന്ത്യൻസ് വെറും ഒരു ഫ്രാഞ്ചൈസിയല്ല, ഇതൊരു പൊട്ടാത്ത കുടുംബമാണ്. രോഹിത് ശർമ്മ എക്കാലത്തും ഈ കുടുംബത്തിന്റെ വലിയേട്ടനും നെടുംതൂണുമാണ് എന്നും നിത കൂട്ടിച്ചേർത്തു. നിത അംബാനിയുടെ ഈ രാജകീയ ട്രീറ്റ്മെന്റും കോടികളുടെ സമ്മാനങ്ങളും ടീമിൽ പുതിയ ഒരു ഊർജ്ജം നിറച്ചിരിക്കുകയാണ്. വാങ്കഡയിൽ മുംബൈക്ക് നഷ്ടപ്പെട്ട പ്രതാപം തിരികെ കൊണ്ടുവന്ന കളിക്കാർക്കുള്ള യഥാർത്ഥ ആദരവായിരുന്നു ഇത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നായകസ്ഥാനത്തെ ചൊല്ലി സമൂഹമാധ്യമങ്ങളിൽ നിലനിന്നിരുന്ന എല്ലാ അഭ്യൂഹങ്ങൾക്കും വിവാദങ്ങൾക്കും ഈ ഒറ്റ സംഭവത്തോടെ പൂർണ്ണവിരാമമായി. ടീം മാനേജ്മെന്റിന്റെയും ഉടമകളുടെയും കണ്ണിൽ രോഹിത് ശർമ്മയ്ക്കുള്ള വിലയും സ്ഥാനവും ഇന്നും ഏറ്റവും ഉന്നതമായ കൊടുമുടിയിൽ തന്നെയാണെന്ന് ഈ ദൃശ്യം ലോകത്തെ ഓർമ്മിപ്പിച്ചു. ഇന്ന് ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം ആരാധകരുടെ വികാരങ്ങളുടെ വൻ വേലിയേറ്റമാണ് കാണാൻ കഴിയുന്നത്. കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നു, ഒരു ടീം ഉടമയായിരുന്നിട്ടും തന്റെ കളിക്കാരന്റെ പ്രതിഭയ്ക്കു മുന്നിൽ ഈ വിധം കൈകൂപ്പിയതിലൂടെ നിത അംബാനി തങ്ങളുടെ ഹൃദയം വീണ്ടും കീഴടക്കി എന്ന്. മറുഭാഗത്ത് ഈ കോടികളുടെ ബോണസുകൾ ഹാർദിക്കിന്റെയും ഷാർദുലിന്റെയും മുഴുവൻ ടീമിന്റെയും മനോവീര്യം ഏഴാം ആകാശത്തെത്തിച്ചിരിക്കുന്നു. തങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ വില ലഭിക്കുന്നുണ്ടെന്ന് ഈ തിരിച്ചറിവാണ് ഏതൊരു ടീമിനെയും ചാമ്പ്യന്മാരാക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ പോസിറ്റീവ് ഊർജ്ജം. ഇനി നിങ്ങളുടെ ഊരാണ്. നിത അംബാനിയുടെ ഈ ഹൃദയസ്പർശിയായ പ്രവൃത്തിയെക്കുറിച്ചും രോഹിത്തിനും സംഘത്തിനും ലഭിച്ച ഈ ഐതിഹാസിക സമ്മാനങ്ങളെക്കുറിച്ചും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? വാൻകഡയിലെ ഈ വെടിക്കെട്ട് പ്രകടനത്തിന് ശേഷം മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി വീണ്ടും രോഹിത് ശർമ്മയ്ക്ക് തന്നെ ഏൽപ്പിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രോഹിത് ഇല്ലാതെ മുംബൈയുടെ പഴയ പ്രതാപം തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ? താഴെ കമന്റ് ബോക്സിൽ ഹിറ്റ്മാൻ ഇസ് ബാക്ക് എന്ന് രേഖപ്പെടുത്തി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അതുപോലെ ഈ സീസണിൽ മുംബൈ അവരുടെ 6ാം കിരീടം നേടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? IPL 2026ന്റെ ഇതുപോലുള്ള കൂടുതൽ എക്സ്ക്ലൂസീവ് വാർത്തകൾക്കും ഡ്രസ്സിംഗ് റൂം രഹസ്യങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.